വാൽപ്പാറയുടെ അതിസുന്ദരമായ കാഴ്ചകളും പുതുപുത്തൻ രുചികളുമായി എത്തുന്ന നല്ല രുചിയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വാൽപ്പാറ എന്ന് പറയുന്നത് ഭംഗിയുള്ളൊരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ്. ശരിക്കും ഇവിടുത്തെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ കുന്നുകളും പിന്നെ തേയിലത്തോട്ടവും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിരുന്നിന് വരുന്നത് കണ്ടോ, ആ കോടമഞ്ഞും. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് നമുക്ക് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആസ്വദിക്കുന്ന പോലെ തന്നെ ഇടയ്ക്ക് മഴ വേണമെന്ന് വെച്ചാൽ അപ്പോൾ തന്നെ മഴയും ചെറിയൊരു തണുപ്പും അതുപോലെ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റാണ്. എല്ലാവർക്കും ഇവിടെ വരുമ്പോൾ ഇഷ്ടപ്പെടും. ശരിക്കും ഇങ്ങനെ പച്ചപ്പൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഭംഗിയാണ്. നൽരുചിയുമായി ഞാൻ നിൽക്കുന്നത് വാൽപ്പാറയിലാണ്. വാൽപ്പാറയിലെ ബ്രയർ ടീ ബംഗ്ലോസിലെ സ്റ്റാൻമോർ ഗാർഡൻ ബംഗ്ലോവിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബംഗ്ലോവിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഒരു നൊസ്റ്റാൾജിക് ഫീലാണ്. സ്റ്റാൻമോർ ബംഗ്ലാവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വുഡൻ ഷാലറ്റ്സ് ആണ്. ശരിക്കും ഇന്തോനേഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള വുഡ് വെച്ചാണ് ഇവിടെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ബിൽഡിങ്സ് ഒക്കെ. ആക്ച്വലി ഇത് പ്രോസസ്സ് ചെയ്തിട്ടുള്ള തെങ്ങിൻ തടിയാണ്. ഇവിടുത്തെ വാൽപ്പാറയുടെ ക്ലൈമറ്റിന് ശരിക്കും തണുപ്പും വെയിലത്തൊക്കെ ഒരു പറ്റിയ കൺസ്ട്രക്ഷൻ തന്നെയാണ്. ശരിക്കും നല്ല തണുപ്പുണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. കമോൺ. വുഡൻ ഷാലറ്റ്സ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഈ സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണിയിലാണ്. ഈ ബാൽക്കണിയിൽ നിന്ന് തന്നെ നമുക്ക് പെയ്യുന്ന മഴയും ആ തണുത്ത കാറ്റും കോടയൊക്കെ ഇവിടെ നിന്നാൽ കാണാം. പിന്നെ കണ്ടോ, നല്ല സുന്ദരമായിട്ടുള്ള തേയിലത്തോട്ടം, അതും ആ പച്ചപ്പൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല രുചി പ്രേക്ഷകർക്ക് വേണ്ടി ഇന്നത്തെ പുത്തൻ രുചികൾ പരിചയപ്പെടുത്തുന്നത് വാൽപ്പാറയിലുള്ള സ്റ്റാൻമോർ ഗാർഡൻ ബംഗ്ലാവിലെ ഷെഫ് വർഗീസ് ആണ്. ഹായ് ഷെഫ്. അപ്പോൾ എന്ത് സ്പെഷ്യൽ ഡിഷാണ് ഇന്ന് നമ്മൾ ഈ ബ്രയർ ടീ ബംഗ്ലോന്റെ ഒരു സ്പെഷ്യൽ ഡിഷാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിന്റെ പേര് ചിക്കൻ ലോഫ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് ഇൻഗ്രീഡിയൻസ് അങ്ങ് പരിചയപ്പെടാം. ഇത് ചിക്കൻ ആണ്, ബോൺലെസ് ചിക്കൻ. ഇതൊരു 1/2 കിലോ ചിക്കൻ ഉണ്ട്, മീറ്റ് മാത്രം. അതെ, ഇത് ബോൺലെസ് ചെയ്തിട്ട് മിക്സിയിലിട്ട് അരച്ച് ഉടച്ചു വെച്ചിരിക്കുന്നതാണ്. ഇത് ഓയിലാണ്. ഇത് കൊറിയൻഡർ ലീഫ്, ഇത് ജിഞ്ചർ, ഇത് സോൾട്ട്, ഇത് ഗരം മസാല പൗഡർ, ഇത് ഗ്രീൻ ചില്ലി, ഇത് എഗ്ഗ്, ഇത് ഗാർലിക്, ഇത് ഓണിയൻ, ഇത് മിൻറ്റ് ലീഫ്, ടൊമാറ്റോ ആൻഡ് ബ്രെഡ് ലോഫ്.
അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷൻ രീതി എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ? അതെ. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഈ ചിക്കൻ അരച്ചു വെച്ചിട്ടുണ്ടല്ലോ, ഇത് ഈ പാത്രത്തിൽ ഇടുക. ഓക്കെ. അതായത് നമ്മൾ ബോൺലെസ് ആയിട്ട് എടുത്തിരിക്കുന്ന ചിക്കൻ മിക്സ് ചെയ്ത് അല്ലെ ശരിക്കും നന്നായിട്ട് ഉടച്ചെടുത്തിരിക്കുകയാണ്. വേവിച്ചിട്ടൊന്നുമില്ല, പച്ച ചിക്കൻ തന്നെയാണ്. ഇനി ഇതിലേക്ക് എന്തൊക്കെ ആഡ് ചെയ്യണം? അത് കഴിഞ്ഞിട്ട് മുട്ട ഇതിനകത്ത് ഇടുക. ഓക്കെ. ഒരു എഗ്ഗ് പൊട്ടിച്ച് അതിലിടാം. ഒരു എഗ്ഗില്ല, രണ്ട് എഗ്ഗ് വേണം. ഓക്കെ. അപ്പൊ 1/2 കിലോ ചിക്കൻ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ. അളവ് നോക്കുവാണെങ്കിൽ 1/2 കിലോ ചിക്കനിന് നമ്മൾ 2 എഗ്ഗ് ഫുൾ എഗ്ഗ് എടുത്ത് അതിലേക്ക് ഇടാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഓണിയൻ ഉണ്ടല്ലോ, ഇത് നമ്മൾ അതിലേക്ക് ഇടുക. ഓക്കെ. അപ്പൊ ഓണിയൻ വളരെ ചെറുതായിട്ട് മുറിച്ചിട്ട് അത് ഒരു ഓണിയൻ ആണോ? അതെ. അപ്പൊ നമ്മൾ ഇനി വെളുത്തുള്ളി ഇടാൻ പോകും. ഇപ്പൊ സവോള ഇട്ടു, വെളുത്തുള്ളി ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി ഇത് ഒരു 2 ടീസ്പൂൺ ഉണ്ട്. ഓക്കെ. പിന്നെ ഗ്രീൻ ചില്ലി പച്ചമുളക്, ഇതിലൊരു 4 പച്ചമുളകുണ്ട് 1/2 കിലോ. അപ്പൊ 1/2 കിലോ ചിക്കന് നമ്മൾ 4 പച്ചമുളകാണ് എടുക്കുന്നത്. ചെറുതായിട്ട് മുറിച്ചതാണ്. 4 പച്ചമുളക് ഇട്ട് ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ തക്കാളി ഇത് 2 തക്കാളി ഉണ്ട്. ഇത് 1/2 കിലോ ചിക്കൻ. 2 തക്കാളി. അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഒരുമിച്ചിട്ടാണെന്ന് തോന്നുന്നു അല്ലേ നമ്മൾ മിക്സ് ചെയ്യുന്നത്. ഇത് മിന്റ് ലീഫ്, പുതിനയിലയും ഇതുപോലെ തന്നെ വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ടു. പിന്നെ മല്ലിയില. ഓക്കെ. ഇതും ചെറുതായിട്ട് മുറിച്ചതാണ്. മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട്. അതെ. ഇനി നമ്മൾ ചേർക്കേണ്ടത് കുറച്ച് ഗരം മസാല പൗഡർ. ഓക്കെ. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ. പിന്നെ സോൾട്ട്. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ്. അതായത് ഇത്രയും ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ്. പിന്നെ ഇതിൽ കുറച്ച് എണ്ണ ഒഴിക്കണം, നല്ലൊരു ഓക്കെ. അപ്പോൾ മിക്സിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് എണ്ണ ഒഴിക്കുകയാണ് അതിലേക്ക്. 2 ടീസ്പൂൺ എണ്ണ. സാധാരണ കുക്കിംഗ് ഓയിലാണ്. സാധാരണ ഓയിൽ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് ഇനി എന്ത് ചെയ്യണം? ശരിക്കും ഈ ബ്രെഡ് ഉണ്ടല്ലോ, ഇതും കൂടെ അതിൻ്റെ കൂടെ പൊടിച്ചിടണം. ഓക്കെ. ആ ബ്രെഡിന് എല്ലാ പീസും നമ്മൾ എടുക്കുന്നുണ്ട് അല്ലേ? സൈഡിൽ എടുക്കുന്നുണ്ട് ബ്രൗൺ കളറിൽ. ഓക്കെ. അപ്പോൾ ബ്രെഡ് എല്ലാ ബ്രെഡ് ഇപ്പോൾ 4 ബ്രെഡാണ്. 4 സ്ലൈസ്. അതായത് 1/2 കിലോ ചിക്കൻ നമ്മളിപ്പോൾ 4 ബ്രെഡ് എടുത്തു. അതെ. എന്നിട്ട് ഇത് നല്ലപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്യണം. ഓക്കെ. കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യുന്നത് അതാ നല്ലത്. സ്പൂൺ വെച്ചാൽ അത്രയും മയം കിട്ടില്ല. ഇത് ശരിക്കും എവിടെയുള്ള ഡിഷാണ്? ഇത് ഇന്ത്യൻ ഡിഷാണ്. പക്ഷേ ഞങ്ങളെ ബ്രെയറിൽ മാത്രമേ ഇത് ഞങ്ങൾ ഉണ്ടാക്കുന്നുള്ളൂ. ഓക്കെ. സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നതാണ് അല്ലേ? ഇത് ചിക്കൻ കൊണ്ട് ചെയ്യാം, മട്ടൺ കൊണ്ട് ചെയ്യാം. ഇത് ഇപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ ബ്രെഡിന്റെ കൂടെ ചേർത്ത് വെച്ചിട്ട് കഴിക്കാം. ലഞ്ചിനും ചോറിന്റെ കൂടെയും കഴിക്കാം. അപ്പോൾ എല്ലാത്തിനും കൂടെ പോകുന്നതാണ്. ഇനി ഇത് എന്ത് ചെയ്യണം? ഇനി ഇത് ഇപ്പോൾ ബേക്ക് ഡിഷിൽ ഇട്ടിട്ട് ബേക്ക് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് അല്ലേ ടോപ്പിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓയിൽ വെച്ചിട്ട് മയം കാണും. അപ്പോൾ എത്ര ഡിഗ്രിയിലാണ് നമ്മൾ ചെയ്യുക? 180. അതെ. 40 മിനിറ്റ് വെക്കണം. ഓക്കെ. അപ്പോൾ 40 മിനിറ്റ് കഴിയുമ്പോഴാണ് നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ അല്ലേ ഡിഷ് റെഡി ആവും. അപ്പോൾ നമുക്ക് വെക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ ഇതെന്തായാലും കണ്ടില്ല, നമ്മൾ ശരിക്കും ഒരു ബ്രെഡിന്റെ ഷേപ്പിൽ തന്നെയായി ബ്രെഡ് ലോഫ്. അപ്പോൾ ഇത് ചിക്കൻ വെച്ചത് കൊണ്ട് ചിക്കൻ ലോഫ്. ഇത് നമ്മൾ എത്ര ദിവസം നമുക്ക് യൂസ് ചെയ്യാം? അതായത് ഇത് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഒരു 45 മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം. 40 മിനിറ്റിന് ശേഷം നമ്മുടെ ചിക്കൻ ലൂഫ് നമ്മൾ ഓവനിൽ നിന്ന് പുറത്തെടുത്തിരിക്കുകയാണ്. ഇപ്പം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്യണം അല്ലേ? ശരിക്കും കണ്ടോ നമ്മുടെ ബ്രെഡ് ഇരിക്കുന്ന പോലെ തന്നെ. അതുകൊണ്ടാണ് ചിക്കൻ വെച്ചതുകൊണ്ട് ചിക്കൻ ലൂഫ് ആയത്. അങ്ങനെ എടുത്തിട്ട് തിരിച്ച്
വെച്ചാൽ അത് ഓക്കെ. ഇനി ഇത് കട്ട് ചെയ്യണം. കട്ട് ചെയ്യണം. കട്ട് ചെയ്യാം. കട്ട് ചെയ്യാം. റെഡിയായി. നമ്മൾ കഴിച്ച് നോക്ക്. അപ്പോൾ ചിക്കൻ ലൂഫ്. അപ്പോൾ ചിക്കൻ ലൂഫ് റെഡിയായി കഴിക്കിട്ടുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ, ഈ ബ്രെഡ് പീസ് കാണുമ്പോൾ ശരിക്കും നമ്മുടെ ഫ്രൂട്ടി ബ്രെഡൊക്കെ ഇല്ലേ, അതിനകത്ത് ചെറിയ ചെറിയ അല്ലേ ആ മധുരമൊക്കെയുള്ള ഫ്രൂട്ടി ബ്രെഡ് പോലെ ഇരിക്കുന്നുണ്ട്. ആക്ച്വലി ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. എല്ലാം കൊണ്ട് അല്ലേ, എല്ലാ കളറും ഉണ്ട് ഇതിനകത്ത്. ശരിക്കും തക്കാളിയുടെയും ആ ഒരു പച്ചപ്പ് നല്ല കളർഫുൾ ആയിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒരു ബ്രെഡ് പോലെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് ഇപ്പം എന്താ പറയുക, നമ്മൾ കഴിക്കുമ്പോൾ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും. കാരണം ഇതിൻ്റെ കോമ്പിനേഷൻ എനിക്ക് തോന്നുന്നു ടൊമാറ്റോ സോസ് തന്നെയാണ്. ഈ ടൊമാറ്റോ സോസ് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുണ്ട്. മിക്സ് ചെയ്ത് നമ്മൾ ഫില്ല് ചെയ്തുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. പിന്നെ തക്കാളി, അതുപോലെ തന്നെ ഒരു ചെറിയ എരിവുണ്ട്. അതാ ഗരം മസാല ഇട്ടതിൻ്റെ അല്ലേ. പിന്നെ പച്ചമുളക് കുറച്ചിട്ടിരുന്നു, അതിൻ്റെ ഒരു ചെറിയ എരിവുണ്ട്. എന്തായാലും സൂപ്പർ. എന്തായാലും ഇതിൻ്റെ പ്രിപ്പറേഷൻ നമുക്ക് ഒന്നുകൂടി പറഞ്ഞു കൊടുക്കാം അല്ലേ. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിഷാണ്. വീട്ടിലെല്ലാവർക്കും ചെയ്ത് വെക്കാവുന്നതാണ്. കാരണം ഇൻഗ്രീഡിയൻസ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ ചെയ്തത് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. മെയിനായിട്ട് വരുന്നത് ചിക്കനാണ്. ചിക്കൻ ബോൺലെസ് പീസ് എടുക്കുക, നന്നായിട്ട് മിക്സിയിൽ ഉടച്ചെടുക്കുക. ആ ചിക്കനിലേക്ക് നമ്മൾ 2 മുട്ട, അതായത് 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നതെങ്കിൽ 2 കോഴിമുട്ട ഇടുക. അപ്പോൾ 2 കോഴിമുട്ട ഇട്ടതിന് ശേഷം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവോള ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അതിലേക്ക് തക്കാളി ഇട്ട്, പിന്നെ ആവശ്യത്തിന് ഉപ്പും, അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ഗരം മസാല, എരിവിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാല പൗഡർ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പുതിനയിലയും മല്ലിയിലയും എല്ലാം ഇട്ടതിന് ശേഷം ബ്രെഡ്, അതായത് ഇപ്പോൾ 4 ബ്രെഡാണ് നമ്മൾ 1/2 കിലോ ചിക്കൻ എടുത്തിരിക്കുന്നത്. 4 ബ്രെഡും അതിൻ്റെ ഫുൾ പീസ് അങ്ങനെ തന്നെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ബ്രെഡ് നന്നായിട്ട് ഉടയുന്ന വരെ ഒരു 5 മിനിറ്റ് ശരിക്കും മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് ട്രേയിലേക്ക് ഇത് നേരെ തന്നെ ഒരു ബ്രെഡിൻ്റെ പോലെ തന്നെയുള്ള ബേക്കിംഗ് ട്രേ നമ്മൾ എടുക്കുക അല്ലേ. ഓക്കെ, അതിലേക്ക് നമ്മൾ ഇടുന്നു. നേരെ ടോപ്പിലായിട്ട് കുറച്ച് ഓയിൽ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിലിടാം. ദെൻ നേരെ തന്നെ ബേക്ക് ചെയ്യാൻ വെക്കുക ഓവനിലേക്ക്. അപ്പോൾ വെക്കുന്നത് നമ്മൾ ടൈം സെറ്റ് ചെയ്തിട്ടാണ്, അതായത് 40 മിനിറ്റാണ് ടൈം. അതും 180 ഡിഗ്രിയിലാണ് ടെമ്പറേച്ചർ. അത്രയും നേരം നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചു. ദെൻ ഒരു 40 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേനും അതൊന്ന് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ബ്രെഡായിട്ട്, അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു ബ്രെഡിൻ്റെ പീസ് പോലെ നമുക്ക് കിട്ടും, വലിയൊരു പീസ്. അത് എന്നിട്ട് നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു വെറൈറ്റി ഡിഷ് തന്നെയാണ് കേട്ടോ ഷെഫ്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു വെറൈറ്റി ഡിഷ് എനിക്ക് അടുത്തത് ഏതാണ്? അടുത്തത് നമ്മുടെ ബ്രയർട്ടി ബംഗ്ലൂരിനെ ഒരു ഐസ്ക്രീം കേക്ക്. ഓക്കെ, ഐസ്ക്രീം കേക്ക് അല്ലേ. കേക്കിൻ്റെ ഉള്ളിൽ ഐസ്ക്രീം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഐസ്ക്രീം കേക്ക് തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് ഒരു സ്വീറ്റ് ഡിഷാണ്. ഏതാണത്? അത് ഐസ്ക്രീം കേക്ക്. അപ്പോൾ ഇത് 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ നമ്മൾ കേക്ക് ബേസ് ഉണ്ടാക്കുക, പിന്നെ അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീം അത് റെഡിയായി, പിന്നെ ഐസ്ക്രീം അതിൻ്റെ അകത്ത് വെച്ചിട്ട് അത് റോൾ ചെയ്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ റെഡിയാക്കണം. അതായത് ഒരു 3 സ്റ്റെപ്പ് ഉണ്ട് ശരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ ചെയ്യാം. ഫസ്റ്റ് വൺ ഒരു കേക്ക്, അതായത് ബേസ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് അതെ, ഇത് ഇപ്പം മുട്ടയുണ്ട്, ബട്ടറുണ്ട്, ഷുഗറുണ്ട്, പിന്നെ ബേക്കിംഗ് പൗഡർ ഉണ്ട്, മൈദയുണ്ട്, വെനില എസൻസ് ഉണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഇതിനാവശ്യമുള്ളത് അല്ലേ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. മൂന്ന് എഗ്ഗാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ. ഇതൊരു 10 പേർക്ക് കഴിക്കാനുള്ള ഒരു. ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു, 10 പേർക്കുള്ളതാണ് ഇപ്പോൾ നമ്മൾ റെഡിയാക്കുന്നത്. ഈ മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്യണം.
അത് കഴിഞ്ഞിട്ട് ഷുഗർ അപ്പൊ നമ്മൾ 3 മുട്ട ഇട്ടു, അത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇനി അടുത്തത് ഷുഗർ ഇടാം. ഇപ്പം 3 മുട്ടയ്ക്കുള്ള ഷുഗർ 150 ഗ്രാമാണ്. 150 ഗ്രാം. അതെ. എന്നിട്ട് ഇത് നല്ലപോലെ ബീറ്റ് ചെയ്യണം. നല്ല പതഞ്ഞ് വരണം ഇങ്ങനെ, എന്നാലേ ആ സോഫ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഇപ്പം നമ്മൾ മുട്ടയും പഞ്ചസാരയും ഇട്ട് നന്നായിട്ട് ശരിക്കും ബീറ്റ് ചെയ്തെടുത്തു. അത് നന്നായിട്ട് പതഞ്ഞ് നല്ല കുറുക്ക് പോലെ ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ബട്ടർ ഇടാം. ഓക്കെ, 100 ഗ്രാം ബട്ടറാണ് നമ്മൾ ഇടുന്നത്. അപ്പൊ ഇനി ബട്ടർ നമുക്ക് ശരിക്കും ഒന്ന് ബീറ്റ് ചെയ്യാം. ബട്ടർ ഇട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടാം. ബേക്കിംഗ് പൗഡർ. ഓക്കെ. ഇനി ഒരു ടീസ്പൂൺ വാനില എസൻസ്. തിരിച്ച് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്യാണ്. ഇനി അടുത്ത് നമ്മൾ ഇടാൻ പോകുന്നത് മൈദയാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഓരോ ഇൻഗ്രീഡിയൻസ് ഇടുമ്പോഴും നമ്മൾ ശരിക്കും ബീറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അതിങ്ങനെ കട്ട പിടിച്ച് എടുക്കും. അപ്പോൾ അത് കേക്കിൽ ഒരു സോഫ്റ്റ് ആയിരിക്കില്ല ബേക്ക് ചെയ്യുമ്പോൾ തന്നെ. ഇപ്പം ഇത് 150 ഗ്രാം മൈദയാണ് അല്ലേ? ഓക്കെ, ചെറുതായിട്ടൊന്ന് സ്ലോയില് ബീറ്റ് ചെയ്ത് കൊടുക്കും. മൈദ ഇട്ട് കഴിഞ്ഞ് ഒത്തിരി ബീറ്റ് ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ കേക്ക് സോഫ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ ഈ ട്രേയിൽ ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കേക്ക് ചെയ്യാൻ പോകുന്ന, അതായത് ബേസ് ചെയ്യാൻ പോകുന്ന ട്രേ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഈ ചെയ്ത മിക്സിംഗ് അല്ല, നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന മിക്സിംഗ് നമുക്ക് ഒന്നുകൂടെ പറയാം ഫസ്റ്റ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്തത് 3 മുട്ട എടുത്തു, പിന്നെ പൊടിക്കാത്ത പഞ്ചസാര 150 ഗ്രാം, ബട്ടർ 100 ഗ്രാം, അതുപോലെ തന്നെ മൈദ അല്ലേ, മൈദ 150 ഗ്രാം, പിന്നെ ഇതിട്ടത് ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ ഇടേണ്ട, ഒരു 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി. പിന്നെ ആവശ്യത്തിന് വാനില എസൻസ്. വാനില എസൻസ് ഏകദേശം 1 സ്പൂൺ അല്ലേ, 1-1.5 സ്പൂൺ ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻറ്റ് ഇടുമ്പോഴും അത് നമ്മൾ ശരിക്കും ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. മൈദ ഇടുമ്പോൾ മാത്രം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി, കാരണം അതിൻ്റെ സോഫ്റ്റ്നെസ് പോവരുത്. അപ്പോൾ ഇപ്പോൾ എന്തായാലും നമ്മൾ ബേസ് റെഡിയാക്കാനുള്ള, അതായത് കേക്ക് റെഡിയാക്കാനുള്ള ബാറ്ററി റെഡിയായി. ഇനി നേരെ തന്നെ അതിലേക്ക് ഇടാം. ഓക്കെ, അപ്പോൾ ട്രേയിലേക്ക് നമ്മൾ ആ ബാറ്റർ ഒഴിക്കുകയാണ്. ഇനി ഇതൊന്ന് എല്ലാ സ്ഥലത്തും പരത്തി കൊടുക്കണം. ഓക്കെ, ഇത് ഒത്തിരി തിക്കൊന്നും വേണ്ട, തിന്നായിട്ടിരുന്നാലേ നമുക്ക് റോൾ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. ഐസ്ക്രീം വെച്ചിട്ട് റോൾ ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഇത് റെഡിയായി, ബേസ് റെഡിയായി. ഇനി നമ്മൾ ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബേസ് റെഡിയാക്കാന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടോ, അതിൻ്റെ കേക്കാണ് നമ്മുടെ ഫസ്റ്റ് ബേസ്. ഇതുപോലെ നമ്മൾ ട്രേയിൽ അറേഞ്ച് ചെയ്തു, വളരെ നൈസായിട്ട് അറേഞ്ച് ചെയ്യാം. ഇനി നേരെ തന്നെ നമുക്ക് ബേക്ക് ചെയ്യാം അല്ലേ? ഓക്കെ, ബേക്കിംഗ് എങ്ങനെയാണ് ടൈമിംഗ്? 20 മിനിറ്റ്. ഓക്കെ, ശേഷം നമ്മളിത് റെഡിയാക്കി വെച്ച കേക്ക് കണ്ടോ, ചൂടാറി കൈ കിട്ടിയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആണ് കണ്ടോ. ഇനി ഇത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ചേട്ടാ? ഇത് ഇനി കുറച്ചുകൂടെ തണുത്തിട്ട് ഐസ്ക്രീം അകത്ത് വെച്ച് റോൾ ചെയ്യും. ഫ്രിഡ്ജിൽ വെക്കണം. ഓക്കെ, അപ്പോൾ ചെയ്യാം.
ഇപ്പം നമ്മൾ നേരത്തെ ബേക്ക് ചെയ്ത കേക്ക് ബേസ് ആണ് ഇത്. ബേസ് ആണിത്. ഇത് കണ്ടാൽ ശരിക്കും ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, പിടിക്കുമ്പോൾ തന്നെ അറിയാം. ഇപ്പം ഇനി ഇതിൻ്റെ അകത്ത് ഇപ്പം നല്ലപോലെ തണുത്തിട്ടുണ്ട്. ചൂടായിട്ട് വെക്കുകയാണെങ്കിൽ ഐസ്ക്രീം മെൽറ്റായി പോകും. അതുകൊണ്ട് നല്ലപോലെ തണുക്കണം. ഇപ്പം ഐസ്ക്രീം അതിൻ്റെ അകത്തേക്ക് വെക്കുകയാണ്. അപ്പോൾ ഇത് ഉടനെ ഇതിങ്ങനെ റോൾ ചെയ്യണം. ഇപ്പം ഇതിങ്ങനെ റോളായി. ഇപ്പം ഇത് ഉടനെ ഫ്രിഡ്ജിൽ വെക്കണം. അന്നേരം അത് സെറ്റാവും. സെറ്റായിട്ട് അത് സെറ്റായി കഴിഞ്ഞ പിന്നെ ഒരു 1/2 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ റെഡിയാക്കിയ കേക്ക് ഇതുപോലെ തന്നെ റോൾ ചെയ്യാൻ വേണ്ടി ഐസ്ക്രീം അതിൻ്റെ അകത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് ഒരു ഫ്രീസറിൽ ഒരു അരമണിക്കൂർ ടൈം ഫ്രീസറിൽ നമ്മളൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഷെഫ് ഓൾറെഡി എന്നെ സെറ്റാക്കിയ ഒരു കേക്ക് ഇവിടെ തന്നിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഐസിങ് ചെയ്തിരിക്കുകയാണ്. അതായത് നമ്മൾ റെഡിയാക്കി വെച്ചാൽ അത് നമ്മൾ പറഞ്ഞില്ല നേരത്തെ തന്നെ, ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചിട്ട് ഫ്രീസറിൽ ഒരു 30 മിനിറ്റ് നമ്മൾ വെക്കണം. അത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ അതുപോലെ തന്നെ എടുത്ത് ടേസ്റ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഭംഗിയാക്കി ഒരാൾക്ക് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യുമ്പോഴേക്കും ഇതുപോലെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ അതിൻ്റെ കളറുള്ള ചോക്ലേറ്റോ ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് ഐസിങ് ചെയ്യാം. പിന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ പ്രസൻറ്റും ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പോൾ ഐസ്ക്രീം കേക്ക്. അതെ. അപ്പോൾ എന്തായാലും ഐസ്ക്രീം ഇതിനകത്ത് നമ്മൾ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്തുണ്ടോ നമുക്ക് നോക്കാം അല്ലേ ഷെഫ്? അപ്പോൾ കട്ട് ചെയ്തൊന്ന് കാണിച്ചു. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ശരിക്കും ഇതിൻ്റെ അകത്ത് കണ്ടോ ഐസ്ക്രീം ശരിക്കും മെൽറ്റായിട്ട് വരുന്നത്. നമ്മൾ കുറേ നേരം പുറത്ത് വയ്ക്കുമ്പോഴേക്കും ഒന്നിങ്ങനെ മെൽറ്റായിട്ട് വരും. ഇങ്ങനെ കേക്ക് കാണുമ്പോൾ ഇതിൻ്റെ അകത്ത് ഐസ്ക്രീം ഉണ്ടെന്ന് നമുക്ക് തോന്നില്ല. ശരിക്കും നല്ല സോഫ്റ്റാണ് ഈ കേക്ക്. അത് മാത്രമല്ല ഈ ഐസ്ക്രീം ഉള്ളതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. കണ്ടോ? കേക്കും ഐസ്ക്രീമും കൂടി മിക്സ് ചെയ്യും. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രുചികളും വ്യത്യസ്തമായ കാഴ്ചകളുമായി ഇനിയും നമുക്ക് നല്ല രുചിയിലൂടെ കാണാം. അതുവരയ്ക്കും ബൈ.